ഈശോ മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഭർത്താക്കന്മാർക്കാവശ്യമായ ശ്രവണ മനോഭാവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. പല പ്രശ്നങ്ങളും വികാരപരമാണ്. ബൗദ്ധികമായിട്ട് അവയെ കൈകാര്യം ചെയ്യാം എന്ന് കരുതുന്നത് പലപ്പോഴും വിജയിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഔട്ട്ലെറ്റ് ആവശ്യമാണ്. എൻ്റെ ഭാഷയിൽ ഒരു വെൻറ്റിലേഷൻ, ഭാര്യയുടെ വെൻറ്റിലേഷൻ ഭർത്താവാണ്. അപ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്ന് തുറന്നു പറയാൻ, അത് ഭർത്താവ് നന്നായി ശ്രവിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒത്തിരി തീരുകയാണ്. തോബിത്ത് 8:4 മുതൽ വാക്യങ്ങൾ നമ്മൾ ആ ദമ്പതികളുടെ ഒരുമിച്ചുള്ള പങ്കുവയ്ക്കലും പ്രാർത്ഥനയും എല്ലാം കാണുന്നുണ്ട്. അത് നമുക്കൊരു മാതൃകയായിട്ട് തീരേണ്ടതാണ്. അവിടെ പ്രശ്നങ്ങൾ ഒഴിവാവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും ശ്രദ്ധിക്കാൻ പഠിക്കുകയാണെങ്കിൽ നല്ല ഭർത്താവാകുക. ദിവസത്തിൽ പല പ്രാവശ്യം ഭാര്യയ്ക്ക് പിരിമുറുക്കവും വിഷമമൊക്കെ ഉണ്ടാകും. അത് ശരിക്കും ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ തീരുന്നതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യ ചിലപ്പം അമ്മായിയമ്മയുടെയൊക്കെ കുറ്റം പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിയുടെ കുറ്റമൊക്കെ പറയും. ഉടനെ നമ്മൾ ആഹാ നീ അതിന് മാത്രം മുതിർന്നു എന്ന് പറഞ്ഞ് അരിശപ്പെടാതെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ, അവളുടെ വികാരങ്ങളൊന്ന് പുറത്തിറക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അത് കെട്ടടങ്ങി യുക്തിയോടെ കാര്യങ്ങൾ കാണാൻ അവൾ പഠിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു പങ്കുവയ്ക്കൽ ആരംഭിക്കുമ്പോഴേ നമ്മൾ ഒരു ഉപദേശവുമായിട്ട് ഫേസ് ചെയ്യരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. വികാരങ്ങൾ ഈ വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഭർത്താവ് വാദിക്കുക ചെയ്യരുത്. ആഹാ നീ എൻ്റെ അമ്മയോട് ഒരുപാട്, നിൻ്റെ അമ്മയ്ക്ക് പ്രശ്നമാണ്, നിൻ്റെ അപ്പന് പ്രശ്നമുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഒരു വാദമുഖം ഉണർത്തിയിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഉപദേശിക്കുകയും വേണ്ട. നമ്മൾ പറയുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അവൾ പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയും വേണ്ട. ഇപ്പം നമ്മുടെ കുറ്റം അല്ലെങ്കിൽ അമ്മ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട. ശ്രവണം ആണ് പ്രധാനപ്പെട്ടത് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ തൻ്റെ ഭാര്യയെ താൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന ബോധ്യപ്പെടുത്തുക. മനുഷ്യനൊരു സ്റ്റീം എൻജിൻ പോലെയാണ്. അപ്പോൾ തിളച്ച് മറിയുന്ന വികാരങ്ങൾ പുറത്തു പോകാൻ ആരെങ്കിലും വേണം. ആ ആരെങ്കിലും എന്ന വ്യക്തി ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാണ്. അതിനുള്ള ഒരു ഔട്ട്ലെറ്റ് നമ്മൾ കൊടുക്കണം എന്നാണ് അച്ഛൻ പറയുക. കേൾക്കുന്ന വ്യക്തി കരുണയുള്ള, ശക്തി പകരുന്ന, വികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരാളായിരിക്കണം. ഇത് കേട്ടതുകൊണ്ടായില്ല, നീ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നുണ്ട് പോരാ. ഒരു നല്ല ശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യുത്തരം. ഞാനെപ്പോഴും പറയും പ്രത്യുത്തരം കൊടുക്കണം. ഓഹോ അത് ശരി, അമ്മ അങ്ങനെ പറഞ്ഞോ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രത്യുത്തരം കൊടുക്കുമ്പം അവളെ ശ്രദ്ധിക്കുകയാണ് എന്നവൾക്ക് ബോധ്യം വരും. നീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോരാ എന്നുള്ളതും വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രവിക്കുന്നതിനിടയിൽ സ്വന്തം അനുഭവം പങ്കുവെക്കരുത്. പറയുന്നയാളുള്ളിലേക്ക് വലിയാൻ സാധ്യതയുണ്ട്. നീ ഇതൊക്കെ പറയുന്നത് എൻ്റെ കാര്യം നിനക്കറിയാവോ എന്ന് പറഞ്ഞ് നമ്മുടെ കാര്യത്തിലേക്ക് പോകരുത്. കാരണം ഏതാണ്ട് പറഞ്ഞുകൊണ്ട് വന്നതാണ്. നന്നായിട്ട് ശ്രവിക്കുക. നമ്മുടെ അനുഭവങ്ങൾ പറയുന്നത് പ്രസക്തമല്ല. മനുഷ്യൻ ബുദ്ധിയും വികാരവും ഉള്ളവനാണ്. മറ്റേയാളുടെ വികാരവും ശ്രദ്ധിക്കണം. ഫിലിപ്പിയർ 2:4 മുതൽ 6 വരെ അതാണ് പറയുന്നത്. മറ്റേയാളിൻ്റെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക. നമ്മുടെ വികാരത്തെക്കാൾ ഉപരി മറ്റേയാളിൻ്റെ താല്പര്യം, വികാരങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഭാര്യ വികാരപരമായിട്ട് അപ്സെറ്റ് ആകുന്നു എന്ന് തോന്നുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കരുത്. അവൾ പെട്ടെന്ന് ഡൗണായി, വളരെ സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ ഡൗണായി, സങ്കടപ്പെട്ടിരിക്കുന്നു, മുഖത്തൊരു മ്ലാനതയുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയേക്കാം. ഇനി മൈൻഡ് ചെയ്താൽ പിന്നെ അത് കൂടുതൽ പ്രശ്നമാകും, കരഞ്ഞുകൊണ്ട് വരും, പിന്നെ അത് തീർക്കാൻ ഞാൻ പോകണം, മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്കാം എന്ന് വിചാരിക്കരുത്. അതൊന്ന് ശ്രദ്ധിക്കുകയാണ് ആവശ്യം എന്ന് ഞാൻ പറയുകയാണ്. ഭർത്താക്കന്മാർക്കും ഈ ഔട്ട്ലെറ്റ് വേണം. അത് ഒത്തിരി ഇൻസിസ്റ്റ് ചെയ്യാത്തതിന് കാരണം അവർക്ക് ഭാര്യയോട് പറയാൻ കഴിയണം. എന്നാൽ അവർ കുറച്ചൊക്കെ പുറത്ത് ഔട്ട്ലെറ്റിനുള്ള അവസരങ്ങളുണ്ടാകും എന്നുള്ളത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാമല്ലോ.
സ്വസ്ഥമായ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ ഭാര്യയുടെ സമചിത്തത ആഗ്രഹിക്കണം. ഇതിന് ഈ ശ്രവണം അതിപ്രധാനമാണ്. നല്ല ശ്രവിക്കുന്ന ഭർത്താക്കന്മാരാകുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ കത്താരുടേതാണ്? അച്ഛാ, ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നീനു എഴുതുന്ന കത്താണ്. നീനു. അച്ഛാ, ഞാൻ ആകെ ദുഃഖിതയാണ്. ഞങ്ങളുടെ കുടുംബം ആകെ തളർന്നു പോയി അച്ഛാ. ഡിഗ്രിക്ക് പഠിക്കുന്ന ഞങ്ങളുടെ മകൾ ഷാനി ഒരു ദിവസം രാവിലെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി. പോകും വഴി അവൾ ഒരു ചെറുക്കൻ്റെ കൂടെ പോയി. അവൻ്റെ വീട്ടിൽ ചെന്ന് അവരെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് അവിടെ പിടിച്ചു നിർത്തി. വിവരമറിഞ്ഞ് ഞാനും എൻ്റെ മകനും കൂടി അവളെ കൊണ്ടുപോരുവാൻ അവിടെ ചെന്നപ്പോൾ അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ മകൻ ആ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ അല്പം ഭീഷണിപ്പെടുത്തിയതായിരുന്നു. എൻ്റെ ഭർത്താവ് ഭയങ്കര കുടിയനാണ്. അദ്ദേഹത്തിന് ഇതൊന്നും പ്രശ്നമല്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും? ഇപ്പോൾ ഇവരുടെ ഇടയിൽ നിന്നെല്ലാം നിന്ന് വിഷമിക്കുന്നത് ഞാനാണ്. എങ്ങനെ നീങ്ങണമെന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും നീനുവിൻ്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. മകളിങ്ങനെ ഒരു പ്രഭാതത്തിൽ ഇറങ്ങിപ്പോയാലുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. ആർക്കാണ് അങ്ങനെ വിഷമം ഉണ്ടാവാത്തത്? ഇവിടെ ഭർത്താവിൻ്റെ മദ്യപാനം വലിയ പ്രശ്നമാണ്. മക്കൾക്ക് അത് വലിയ ദുർമാതൃകയുമായിരിക്കും. ആ പ്രശ്നത്തിലേക്കല്ല നീനു വിരൽ ചൂണ്ടിയത് എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. അത് മാറ്റാനായിട്ട് പരിശ്രമിക്കണം. പക്ഷേ കൗൺസിലിങ്, ധ്യാനം, ചികിത്സ ഏതെങ്കിലും വഴി ഒരു മാറ്റിയെടുക്കുവാനായിട്ട് ഭർത്താവിനെ പ്രേരിപ്പിക്കണം എന്നതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ലെന്ന് എനിക്കറിയാം. മകളങ്ങനെ പോയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാം എന്നാലോചിക്കുക. ഞാൻ കുറച്ച് പ്രായോഗികമാകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയും, വിശ്വാസത്തിന് കോട്ടം വരാത്ത രീതിയിൽ പറ്റുമെങ്കിൽ അവരെ വിവാഹത്തിലേക്ക് നയിക്കുകയാണ് പ്രസക്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം മകൾ സ്വതന്ത്രമായാണോ ഇത് തീരുമാനിച്ചത് എന്ന് കണ്ടുപിടിക്കണം. കത്തിനകത്ത് ഇങ്ങനെ അവർ നിർബന്ധിച്ച് അവിടെ നിർത്തിയിരിക്കുന്നതൊക്കെ ഒരു സൂചന ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിനവരുടെ വികാരിയച്ഛനുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്. അപ്പോൾ ആ വികാരിയച്ഛന് അതേപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാകും. വികാരിയച്ഛൻ അവരെ വിളിച്ച് സംസാരിക്കും. നമ്മുടെ വികാരിയച്ഛനോടും വിവരങ്ങൾ തുറന്ന് പറയണം. സംഭവിച്ചത് ചിലപ്പോൾ നമ്മൾ ഒളിച്ചു വയ്ക്കും. കുടുംബത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചൊക്കെ ഒളിച്ചു നോക്കാം. അത് വേണ്ട, തുറന്നു പറയണം. അച്ഛന്മാർ തുറന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. 1 രാജാവ് 15:3 പറയുന്നു, പിതാവിൻ്റെ പാപങ്ങൾ മകനും ഏർപ്പെട്ടു എന്നാണ്. ഇത് ദാവീദ് രാജാവിൻ്റെ കുടുംബത്തെപ്പറ്റിയാണ് പറയുന്നത്. ചുരുക്കത്തിൽ കുടുംബജീവിതം വിശുദ്ധീകരിക്കുക, അത് പ്രശ്നപരിഹാരമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബത്തിന് മൊത്തം ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. ഇനി ഇവിടെ നമ്മൾ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുക. കൂടാതെ നീനു വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നീനുവിൻ്റെ കത്ത് സ്വീകരിക്കുകയാണ്. കാരണം നീനു കത്തെഴുതിയതിൽ സന്തോഷമുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ മൊത്തം ആ കുടുംബത്തിന് വേണ്ടി. കാരണം നീനുവിൻ്റെ ആത്മീയത അവിടെ ഒരു നന്മയായിട്ട് വരും. നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മിനി എന്ത് പറയുന്നു? ഈ മകളിപ്പോൾ ഇറങ്ങിപ്പോയത് അമ്മയ്ക്ക് വളരെ വേദനയാണ്. കാരണം ഭർത്താവ് ഒരു കുടിയനാണ്. അതിൻ്റെ വേദനയും മകൾ പോയതിൻ്റെ ദുഃഖത്തിലും അമ്മ വളരെയേറെ നീറുകയാണ്. ഒരു പക്ഷേ അപ്പൻ്റെ ഈ ദുർമാതൃകയാണോ മകളിങ്ങനെ പ്രവർത്തിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എല്ലാ രീതിയിലും ഈ അമ്മ നടന്ന് വേദനിക്കുകയാണ്. മകളേതായാലും പോയി. ഇനിയിപ്പോൾ അതിൻ്റെ നന്മ വശങ്ങൾക്ക് വേണ്ടി ഇവരിടപെടുക. മാതാപിതാക്കൾ ഇതായിട്ട് വല്ല സഭ ഇടപെട്ട് അതിന് വേണ്ടപ്പെട്ട രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭാവി നല്ലതാക്കാൻ വേണ്ടി ഇടപെടുക. തീർച്ചയായിട്ടും ഇനിയൊരു വീട്ടമ്മ എന്ന നിലയിൽ അവരുടെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് പരിഹാരം എന്താണെന്ന് ആലോചിച്ചത് വേണ്ടത് ചെയ്യണമെന്നാണ് മിനി പറയുന്നത്. ജെയിംസ് എന്ത് പറയുന്നു? ഇവിടെ ഈ നീനു എന്ന സഹോദരിയാണ് എഴുത്തെഴുതിയിരിക്കുന്നത്. അതെ. അവളുടെ വീട്ടിൽ ഉണ്ടായ ദുഃഖം
പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ താലോലിച്ച് വളർത്തുന്ന മക്കൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമായി തീരുമ്പോൾ അത് വിവരിക്കാനാവാത്ത ദുഃഖം തന്നെയാണ്. ഓ ഈ സാഹചര്യത്തിൽ മകൾ പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് മദ്യപിക്കുന്ന ആളാണ്. മദ്യപാനം വലിയ വിപത്ത് തന്നെയാണെന്ന് എന്നും സഭ പഠിപ്പിക്കുന്നു. വിവേകമുള്ളവരെല്ലാവരും അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചികിത്സ പ്രാഥമികമായിട്ട് ആവശ്യമായിരിക്കുന്നത് അദ്ദേഹത്തിനാണ്. അപ്പൻ്റെ സ്നേഹം ലഭിക്കാത്ത പെൺകുഞ്ഞുങ്ങൾ സ്നേഹം ലഭിക്കുന്നു എന്ന് കരുതുന്ന ഒരുപക്ഷെ മിഥ്യയായിരിക്കാം, അറിഞ്ഞുകൂടാ. ആ സാഹചര്യത്തിലെല്ലാം ചെന്ന് പെട്ടുപോയ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇതെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കുറവ് ആ മകൾ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോൾ ലഭിക്കേണ്ടിയിരിക്കുന്ന പേരൻറ്റിങ് അത് അവൾക്ക് അനുഭവപ്പെട്ടില്ല. അപ്പോൾ അവളെ ആരോ സ്നേഹിക്കുന്നു പറഞ്ഞപ്പോൾ അവിടെയെല്ലാം ലഭിക്കുമെന്ന് കരുതി ആ വ്യക്തിയുടെ പുറകെ പോയി. ആ കുഞ്ഞിനെ തെറ്റു പറയാൻ പറ്റത്തില്ല എങ്കിലും ചെയ്തു തെറ്റാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിന് വേണ്ടി അതിൻ്റെ ഒരു പര്യവസാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ധാരാളം ധ്യാന കേന്ദ്രങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ഒന്ന് മനസ്സ് വെച്ച് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ പോയി ഏതായാലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഇവർ പോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഒരാഴ്ചയിലൊന്ന് മാറി നിൽക്കട്ടെ. ദിവസം ഒരു പ്രശ്നമല്ലെന്ന് പ്രശ്നം ഭർത്താവിനെ എങ്ങനെയും കൊണ്ടുപോവുക എന്നുള്ളതാണ്. അദ്ദേഹം പോകണം. അദ്ദേഹം പോയിട്ട് തൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കട്ടെ. എങ്കിൽ എളുപ്പമായി നമ്മുടെ ഈ കാര്യത്തിന്. പിന്നീട് മറ്റൊരു വീട്ടിൽ പോയി നിൽക്കുന്ന പെൺകുട്ടി വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് വന്നാൽ നടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ സഭയുടെ വിശ്വാസവുമായിട്ട് ചേർന്ന് പോകുന്ന വ്യക്തിയാണോ എന്നൊന്നും ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ അവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. അല്ലെങ്കിൽ മറ്റു മതസ്ഥരാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭയുടെ വിശ്വാസത്തിന് സൂചനയില്ല. നമ്മുടെ വിശ്വാസമായിട്ട് ചേർന്ന് പോകത്തക്ക രീതിയിൽ അവർക്കൊരു വിവാഹ ജീവിതത്തിന് തന്നെ ഇനി സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ള ഒരേ ഒരു പോംവഴി. ആ രീതിയിൽ നമുക്ക് നീങ്ങാം. അതായത് പ്രധാനമായിട്ടും കുടുംബത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ പേര് ശരിയാക്കണം എന്നുള്ള ചിന്തയാണ് ജെയിംസ് പറയുക. മദ്യപാനം ഒരു പ്രശ്നമാണ് അവിടെ. അദ്ദേഹം സഹകരിക്കുമെന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും ജെയിംസ് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ ഒരു ധ്യാനത്തിന് പോയി അവരുടെ ജീവിത നവീകരണത്തിലേക്ക് കടന്നു വരട്ടെ. അതോടൊപ്പം തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ യോജിപ്പോടുകൂടി ഒരു വിവാഹത്തെപ്പറ്റി ഇനി പക്വമായിട്ട് ചിന്തിക്കണം, അവരെ നന്നായിട്ട് ഒരുക്കണം, അതിലേക്ക് നീങ്ങുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പാകെ നീനു സ്വയം സമർപ്പിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം ഒരു വഴി കാണിച്ചു തരും. അതോടൊപ്പം തന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വികാരിച്ചന്മാരുമായി ബന്ധപ്പെടേണ്ടതുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വികാരിച്ചനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഒരുപക്ഷെ അദ്ദേഹം വികാരിച്ചനുമായിട്ട് ബന്ധപ്പെട്ടേക്കാം. അതിൻ്റെ പോസിബിലിറ്റി എന്താണ്, എങ്ങനെയാണ് അവരെ ഒന്നിപ്പിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. അതനുസരിച്ച് നീങ്ങണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ നിനുവിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഷാനിക്ക് വിമോചനം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്ത കത്തിലേക്ക് കിടക്കല്ലേ. അച്ഛ, ഈ കത്ത് ദുബായിൽ നിന്ന് ഷിജിയാണ് എഴുതുന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ആദ്യം ഗർഭം ധരിച്ചപ്പോൾ എനിക്ക് അലർജിയുടെ അസുഖം വന്നു. അതിന് മരുന്ന് കഴിച്ചപ്പോൾ ആ ഗർഭം മിസ്കാരിയേജായി. ആദ്യത്തേത് പോയല്ലോ എന്നോർത്ത് ദുഃഖമുണ്ട്. എങ്കിലും ഞാനത് ദൈവഹിതമായി കണ്ടു. ശാന്തമായി നീങ്ങുകയായിരുന്നു. എന്നാൽ ഈയിടെ ഒരു ബ്രദർ പറഞ്ഞു, അങ്ങനെ പോയ ആത്മാക്കളെ തിരിച്ചു വിളിച്ചു വരുത്തി സ്നാനം നൽകണമെന്ന്, അല്ലെങ്കിൽ അവർ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഇത് ശരിയാണോ അച്ഛാ? മരിച്ചവരെ തിരിച്ചു വരുത്തി സ്നാനപ്പെടുത്തുവാൻ സാധിക്കുമോ? സഭ ഇതേക്കുറിച്ച് ഉള്ള വീക്ഷണം എന്താണ്? ഇതൊന്ന് വിശദീകരിച്ച് തരാമോ? ശാലോം ടിവിയിലൂടെ മറുപടി പറയുക. അനേകം ആളുകൾക്ക് ഇതൊരു ഉപകാരമാകുമല്ലോ. തീർച്ചയായിട്ടും ഷിജിയുടെ കത്ത് ഞാൻ വായിച്ചു. ശാലോം ടി വിയിലൂടെ ശാലോം ടി വി കാണുന്ന ആളാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കൊത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തേത് നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ പോയതിൽ വിഷമിക്കേണ്ട എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്.
ഷിജിയോട് പറയാനുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തതല്ല, പക്ഷേ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. അത് ദൈവഹിതമായി കണ്ട് ശാന്തമായി നീങ്ങിയത് നല്ലത് തന്നെയാണ്. അങ്ങനെയാണ് ഷിജി നീങ്ങിയതെന്നുള്ളത് അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈയിടെ ബ്രദർ പറഞ്ഞത് ഒരു തെറ്റായ പഠനമാണ്. സോറി അത് പറയുന്നതിൽ. അവർ രക്ഷപ്പെടും എന്നുള്ളതിന് സംശയമില്ല. ഏറ്റവും വലിയ ഒരു ഉദാഹരണം ബൈബിളിൽ തന്നെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 2:16 പറയുന്ന പോലെ ഹെറോദോസ് 2 അതിൽ താഴെയുമുള്ള വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ച്, ഇവർ മാംസം സ്വീകരിച്ചവരൊന്നുമല്ല, എന്നാൽ അവരെ വധിച്ചു. അവരെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ആദ്യം രക്തസാക്ഷികളായി തീർന്നവരായിട്ടാണ് കരുതുന്നത്. അവരുടെ പേരിലാണ് ഇന്ന് സഭ ശിശുദിനം ആചരിക്കുക. ഡിസംബർ 28 കുഞ്ഞിപ്പൈതങ്ങളുടെ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ഇതാണ്. അപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നിൽക്കുന്നത്, അല്ലാതെ അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയല്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ അവരെ ഇനി രക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി മാമോദിസ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് തെറ്റായ പഠനം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഷിജിമോളോടാണ് പറയാനുള്ളത്, ഒട്ടും വിഷമിക്കേണ്ട. ഒരു അസ്വസ്ഥത, മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത അതേപ്പറ്റി വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, തിരിച്ചവരെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തണമെന്ന ചിന്ത കത്തോലിക്ക സഭയുടേതല്ല. അങ്ങനെ ഒരു സെക്റ്റുണ്ട്, ഞാൻ ഒളിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. സ്പിരിറ്റ് ഇൻ ജീസസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അത് ശരിയല്ല എന്ന് തന്നെ കത്തോലിക്ക സഭ വ്യക്തമാക്കി പറയുന്നുണ്ട്. ഇത് സത്യവിശ്വാസത്തിനെതിരായ വെല്ലുവിളിയാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2117 പറയുന്നുണ്ട്. 2117 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരു ബോധ്യം ഇടാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇവരുടെ മരണാനന്തര ജീവിതത്തെപ്പറ്റിയുള്ള പഠനം തെറ്റാണ്. അവരെ വിളിച്ച് സ്നാനപ്പെടുത്താം എന്ന് ഈ സെക്റ്റുകൾ പറയുന്നുണ്ട്, തെറ്റാണ്. കത്തോലിക്ക സഭ അത് അംഗീകരിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം കൂടെ ബൈബിളിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം, ധനവാനും ലാസറിൻ്റെയും സംഭവത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്. 16:26 ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. യേശുവരെ തമ്പുരാൻ കർത്താവ് കൊണ്ടുപോയതാണ്. അവനെ ഇനി തിരിച്ചിങ്ങോട്ട് വിട്ടിട്ട് നമ്മളവരെ എടുത്ത് മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി അയക്കണം എന്ന് പറയുന്നത് തെറ്റായ പഠനമാണ്. അയാൾ ഷിജിമോൾ ഒട്ടും വിഷമിക്കേണ്ട, സ്വസ്ഥമായി ഈശോയിൽ നീങ്ങുക. ഇങ്ങനെയുള്ള തെറ്റായ പഠനങ്ങൾ മനസ്സിലൊരു സംശയം തോന്നിയപ്പോൾ ഇങ്ങോട്ടൊരു കത്തയച്ചത് ഒത്തിരി സന്തോഷപ്രദമായ കാര്യമാണ്. ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനായിട്ട് ആഗ്രഹിച്ചതിൽ സന്തോഷിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകും, അവർക്ക് വേണ്ടി കൂടെ ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള അബദ്ധ പഠനങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കത്തിനെ കുറിച്ച് ഷിജിമോളോട് എന്താണ് പറയാനുള്ളത്? ഈ എഴുത്ത് എഴുതിയ വ്യക്തിക്ക് ഇത് സ്പോണ്ടേനിയസ് മിസ്കാരേജാണ്. ആ വ്യക്തി അറിഞ്ഞതല്ല, അവൾ സ്നേഹിച്ചിരുന്നു കുഞ്ഞിനെ, പക്ഷേ അത് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ പണ്ഡിതനായ ഒരു വൈദികനോട് ഞാനിതേക്കുറിച്ച് ഇതിനു മുമ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവകരുണയ്ക്ക് വിട്ടുകൊടുക്കുക, അതാണ് സഭയുടെ പഠനം എന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ചെയ്യുവാനായിട്ട് നമുക്കൊന്നുമില്ല. ഇപ്രകാരമുള്ള പഠനങ്ങൾ നൽകുന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോകരുത്. ഞാൻ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് പലരും വരും, എന്നാൽ നിങ്ങൾ പോകരുത്. അവസാന നാളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ നാളുകൾ എന്നാണ് ഒരർത്ഥം. നമ്മൾ വിഷമിപ്പിക്കുന്ന, നമ്മൾ അവസാനിച്ച് പോകുമെന്ന് കരുതുന്ന, സങ്കടപ്പെടുന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് പോകരുത്. അതിന് നമുക്ക് സഭയുണ്ട്. കാരണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, വൈദികൻ
സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന A to Z മേഖലകൾ മുഴുവനും സഭയിലുണ്ട്. അതിൽ പൗരോഹിത്യമുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഒരു മനുഷ്യന് എന്തെല്ലാം വേണം അതെല്ലാം നിറഞ്ഞതാണ് സഭയുടെ പഠനങ്ങളും സഭയുടെ ബോധ്യങ്ങളും. സഭയുടെ അടുത്തേക്ക് പോകാതെ ഇപ്രകാരമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് പോകരുത് നമ്മൾ. അതാണ് പറയുവാനുള്ളത്. ഇങ്ങനെയുള്ള അനേകർക്ക് ഇത് ഗുണകരമായി തീരട്ടെ എന്ന് കരുതുക. ഇത് അവർക്ക് ഇത് പറയുന്ന വ്യക്തികൾക്ക് ഈ കേൾക്കുന്ന വ്യക്തിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങളും എരിവും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തിയാണ് അവരെ വീണ്ടും അത് പ്രേരിപ്പിക്കുവാനായിട്ട് ഇങ്ങനെ പറയുവാനിടയാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ആ വ്യക്തി അത് ചെയ്തു. ഒരിക്കൽ ഞങ്ങളുടെ പിതാവ് ഇപ്രകാരം ഒരു തെറ്റായ പഠനത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയുണ്ടായി. ഇങ്ങനെ പാരമ്പര്യമായിട്ട് വന്ന പാപങ്ങൾ പരിഹാരമായിട്ട് 501 കുർബാന ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിതാവിൻ്റെ അടുത്ത് ഒരു നിവൃത്തിയില്ല, അവർക്ക് 501 കുർബാന ചെല്ലാൻ എന്ന് ചെല്ലി തീർക്കും. പിതാവിനോട് ഇന്ന് ചോദിച്ചു, എനിക്ക് അതൊന്ന് ഇളച്ചു തരാമോ എന്ന് ചോദിച്ചു. പിതാവ് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞു. പിതാവ് ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു കുർബാന ചെല്ലിച്ചാൽ മതി, അവർക്കൊരാശ്വാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, ഒരു കുർബാന ചെല്ലി നിർത്തുക. ഇത്രയും. എന്നിട്ട് പിതാവ് പറയുകയായിരുന്നു, ഇങ്ങനെയുള്ള പഠനങ്ങളെ സഭയ്ക്ക് പ്രോത്സാഹിപ്പിക്കാൻ വയ്യ, ഇത് വളരെ തെറ്റാണ്, ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ജനങ്ങളുടെ ഈ ബലഹീന ഭാഗങ്ങൾ പിടിച്ച് ചിലർ ഇങ്ങനെ അവരുടെ ആനന്ദത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ശ്വാസതലങ്ങളിലും ഓരോരുത്തർക്കും അറിയാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നാണ് ഈ എഴുത്തെഴുതിയ വ്യക്തിയെപ്പോലുള്ള അനേകരോട് പറയുവാനുള്ളത്. നമുക്ക് പഠനം നൽകുവാനും നമ്മളെ നിയന്ത്രിക്കുവാനും നമുക്ക് സഭയുണ്ട്. എല്ലായ്പ്പോഴും നമുക്കിവിടെ കേരളത്തിലാണെങ്കിൽ തന്നെ കരിസ്മാറ്റിക് നവീകരണം KSTയുടെ നേതൃത്വത്തിൽ ഓരോ 24 സോണുകളിലായിട്ട് സർവീസ് ടീമുകളുണ്ട്. ഇവർ പഠനങ്ങൾ KST നൽകുന്ന അല്ലെങ്കിൽ KCBC നൽകുന്ന പിതാക്കന്മാർ നൽകുന്ന പഠനമാണ് അവർ നൽകുന്നത്. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോകട്ടെ. ഇടയിലൂടെ അടക്കളവാതിലൂടെ ആരെയും കയറുവാൻ അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ കയറുന്നവർ നമ്മളെ അപകടത്തിൽ ചാടിക്കും. നേരായ വാതിലൂടെ കടന്നു വരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അകത്ത് പ്രവേശിക്കും. ശരിയായ വാതിൽ കർത്താവാണ്. അതുകൊണ്ട് ജെയിംസ് പറയുന്നത് പ്രധാനമായിട്ടും നേരായ വഴികളിലൂടെ, അതല്ലാതെ തന്നെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ചിന്തിച്ചാൽ ഒരു ഇടവകയിൽ ഒരു വികാരി അച്ഛൻ സഭയുടെ വക്താവാണ്. അദ്ദേഹത്തിൽ വെച്ച് തന്നെ ക്ലിയറായിട്ട് മനസ്സിലാവും. ഏതായാലും അങ്ങനെ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടണം, തെറ്റായ വഴികളിലൂടെ പോകരുത് എന്നുള്ളതാണ് ജെയിംസിൻ്റെ അഭിപ്രായം. എന്തു പറയുന്നു മിനി ഇതേപ്പറ്റി? ഷിജിയുടെ ഈ കത്ത് അനേകം സ്ത്രീകൾക്ക് ഒരറിവ് കിട്ടുന്ന ലെറ്റർ. ഒത്തിരി സ്ത്രീകൾ ഇങ്ങനത്തെ മേഖലയിൽ വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് സഭയിൽ നിന്നൊരു ഉത്തരം കിട്ടാനായിട്ട് വളരെ ആശ്വാസം. ഷിജി എഴുതിയ കത്തിന് ഞാൻ നന്ദി പറയുക. അപ്പം അതോടൊപ്പം ഷിജിയോട് ദൈവത്തിൽ ഇങ്ങനെയുള്ള അബദ്ധധാരണയിൽ ചെന്നപ്പെടാതെ സഭയോട് ചേർന്ന് മുന്നോട്ട് പോകാൻ, സഭാ പഠനങ്ങളിലൂടെ ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും ഷിജിയുടെ ജീവിതത്തിൽ ഷിജി ഒട്ടും അസ്വസ്ഥപ്പെടേണ്ടതില്ല. സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോയിട്ടുള്ള ആ കുഞ്ഞ് സ്വർഗത്തിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. നന്നായിട്ട് മറ്റുള്ളവർക്കും ഈ അറിവ് പകരുക. ഷിജി ഇങ്ങനെ കത്തെഴുതിയതിൽ ഞങ്ങളൊന്നു ചേർന്ന് സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കുടുംബത്തെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അല്ലേ? നമുക്ക് നല്ലവനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ഈ 2 കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ, പ്രത്യേകിച്ചും ഈ കുടുംബങ്ങളെ സമർപ്പിക്കുവാൻ സാധിച്ചല്ലോ. കർത്താവേ, അവരുടെ പ്രശ്നങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നു. അങ്ങ് തന്നെ ഇടപെടണമേ. കുടുംബങ്ങൾക്ക് അസ്വസ്ഥതകൾ മാറ്റി സന്തോഷം കൊടുത്ത് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ഈ 2 കുടുംബങ്ങളെയും അങ്ങ് നയിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ സന്തോഷത്തിലേക്ക് ആനയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.